യൂറോപ്യൻ എന്ന യൂട്യൂബ് ചാനലിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് ഭാഗ്യത്തെക്കുറിച്ചാണ്. ഭാഗ്യം അഥവാ ലക്ക് അല്ലെങ്കിൽ ലക്കി എന്നൊക്കെ പറയുന്ന ഭാഗ്യം. ചിലർക്ക് എന്താണ് എല്ലായ്പ്പോഴും ഭാഗ്യം ചെയ്യുന്നത്, ഇവരെന്ത് ചെയ്താലും വിജയിക്കും. അതേസമയം ചിലർ എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ കുഴപ്പമായി തീരും. എന്താണ് ഇതിന് കാരണം? ഭാഗ്യം ഒരു സൂപ്പർ നാച്ചുറൽ പവർ ആണോ, അതോ സയൻസിൽ ഇതിന് റീസൺ ഉണ്ടോ? ഈ വീഡിയോ നിങ്ങളുടെ ലക്ക് ഇൻക്രീസ് ചെയ്യാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾക്കറിയാമോ, സൈക്കോളജിസ്റ്റ് പറയുന്നത് ലക്ക് ഒരു റാൻഡം തിങ് അല്ല എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ലക്കിയാക്കാൻ പറ്റും. ഈ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത് ലക്ക് എന്നത് എന്താണ്, ലക്കിയായ ആളുകൾ എന്ത് വ്യത്യസ്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഭാഗ്യം കൂട്ടാനുള്ള സയൻറ്റിഫിക് ടിപ്സ്. സോ ഫ്രണ്ട്സ്, സ്റ്റേ ടിൽ ദ എൻഡ്. നിങ്ങളുടെ ഭാഗ്യം എൻഹാൻസ് ചെയ്യാനുള്ള സീക്രട്ട് ഫോർമുല അറിയാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. എങ്കിൽ നമുക്ക് ലക്കിനെ കുറിച്ച് അറിയാം. ലക്കിൻ്റെ പിന്നിലെ ശാസ്ത്രം അഥവാ ഭാഗ്യത്തിൻ്റെ പിന്നിലെ ശാസ്ത്രം. ലക്കൊരു അത്ഭുതമല്ല, മറിച്ച് ഇതൊരു സൈക്കോളജി ആണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് റിച്ചാർഡ് വൈസ്മാൻ ലക്കി ആയവരെയും അൺലക്കി ആകുന്നവരെയും കുറിച്ച് 10 വർഷത്തിൽക്കുള്ളിൽ പഠിച്ചു. അവർ കണ്ടത് ലക്ക് ഒരു സൂപ്പർ നാച്ചുറൽ പവർ അല്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ തോട്ട്സും ബിഹേവിയറും മൈൻഡ് സെറ്റും ആണെന്നാണ് തെളിഞ്ഞത്. ലക്കി പീപ്പിൾ ആൻഡ് അൺലക്കി പീപ്പിൾ. ഈ ആളുടെ പ്രധാന വ്യത്യാസം: ലക്കി പീപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുന്നു, പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അൺലക്കി പീപ്പിൾ നെഗറ്റിവിറ്റി ആലോചനകളും സെൽഫ് ഡൗട്ട്, ലിമിറ്റഡ് മൈൻഡ് സെറ്റ് ഇവയൊക്കെയാണ്. ഭാഗ്യത്തിൻ്റെ പിന്നിലെ ശാസ്ത്രം അഥവാ സയൻസ് ബിഹൈൻഡ് ലക്ക്. അതിൽ പറയുന്നവയിൽ ഒന്നാമത്തേത് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അഥവാ റാസ്. അതായത് നമ്മുടെ ബ്രെയിൻ ഇൻഫർമേഷൻ ഫിൽട്ടർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു പുതിയ കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഏത് കാറാണോ വാങ്ങാൻ ആഗ്രഹിച്ചത് ആ മോഡൽ കാർ എല്ലായിടത്തും അതേ മോഡൽ കാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ ലക്കി ആകുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ ലക്കി ഓപ്പർച്യൂണിറ്റീസ് മാത്രം ഫോക്കസ് ചെയ്യുന്നു. രണ്ടാമതായി പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. നിങ്ങളുടെ എനർജി, തോട്ട്സ് ലക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ലക്കി ആകുമെന്ന് സെൽഫ് ബിലീഫ് ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നാച്ചുറലി നിങ്ങളുടെ വഴിയിലേക്ക് തന്നെ വരും. മൂന്നാമതായി പറയുന്നത് ദ ബട്ടർഫ്ലൈ എഫക്റ്റ്. ചെറിയ തീരുമാനങ്ങൾ വരെ വലിയ ലൈഫ് ചേഞ്ചിങ് ലക്കാവാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്ട്രേഞ്ചറെ നിങ്ങൾ മീറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെ ചേഞ്ച് ആകാം. അപ്പോൾ ലക്ക് ആകുന്നവരുടെ ലൈഫിൽ എന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ലക്കി ആകുന്നവരുടെ 4 പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ലക്കിയായ ആളുകൾക്ക് 4 പ്രധാന ഗുണങ്ങളുണ്ട്. ഒന്നാമത്തേത്, അവർ പുതിയ അവസരങ്ങൾ തേടുന്നു എന്നുള്ളതാണ്. ലക്കി പീപ്പിൾ പുതിയ അനുഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു സ്ട്രേഞ്ചറിനെ മീറ്റ് ചെയ്യുന്നതും നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്യുന്നതും കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്നതുമെല്ലാം അതിൽപ്പെട്ടവയാണ്. രണ്ടാമതായി, ലക്കി ആളുകൾ അവരുടെ ഗട്ട് ഫീലിംഗ് അഥവാ ഇൻറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്നു. സയൻസ് പറയുന്നത് ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ സബ്കോൺഷ്യസ് ബ്രെയിനിൻ്റെ ഒരു വിധവും അല്ലെങ്കിൽ ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഇൻ്റർവ്യൂയിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡീലിലോ ഗട്ട് ഫീലിംഗ് ഫോളോ ചെയ്താൽ ലക്ക് സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ്. മൂന്നാമതായി, ലക്കി പീപ്പിൾ നെഗറ്റിവിറ്റിയിൽ ഒരിക്കലും ഫോക്കസ് ചെയ്യാറില്ല. ലക്കി പീപ്പിളിന് ഒരു ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ അവരതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയി കാണുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഇൻ്റർവ്യൂവിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ പരാജയത്തെ ഒരു നിരാശയോടെ കാണാതെ അവരതൊരു പാഠമായി, ഒരു ലേണിംഗ് ആയി കാണുന്നു. നാലാമതായി, ലക്ക് പീപ്പിൾ അവരൊരു ഭാഗ്യവാന്മാരാണെന്ന് വിശ്വസിക്കുന്നു. സൈക്കോളജി പറയുന്നത് സെൽഫ് ബിലീഫ് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ക് ഫാക്ടർ ആണെന്നാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ,
നിങ്ങൾ ലക്കിയാണെന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ ലക്കി ഓപ്പർച്യൂണിറ്റീസ് നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. ഇതുവരെ വീഡിയോ കേട്ട നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്കും ഭാഗ്യമുണ്ടാക്കാൻ കഴിയുമോ? ലക്കിയാകാൻ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട 5 പ്രധാന സയൻറ്റിഫിക് ടെക്നിക്കിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. തീർച്ചയായും ഇവ നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും തന്നെ ലക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്നാമത്തത്, നിങ്ങളുടെ സോഷ്യൽ സർക്കിൾ വലുതാക്കുക എന്നുള്ളതാണ്. മോർ പീപ്പിൾ ഈസ് ഈക്വൽ ടു മോർ ലക്കി ഓപ്പർച്യൂണിറ്റീസ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പല സക്സസ് സ്റ്റോറീസിലും കാണാം ഒരു റാൻഡം പേഴ്സണിനെ മീറ്റ് ചെയ്തതിലൂടെ ആൾക്ക് ഒരു കരിയർ ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി എന്നുള്ളത്. രണ്ടാമതായി, പോസിറ്റീവ് വിഷ്വലൈസേഷൻ ചെയ്യുക. ഒരു ഗോൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് പോലെ ഡെയിലി ഇമാജിൻ ചെയ്യുക. സയൻറ്റിഫിക് റിസർച്ച് പറയുന്നത് ഇത് ബ്രെയിനിൽ ന്യൂറോൾസ് പാത്വേസ് ക്രിയേറ്റ് ചെയ്ത് റിയൽ ലക്കാക്കും എന്നാണ്. മൂന്നാമതായി, ലക്കി ജേണൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഡെയിലി നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ലക്ക് മൂമെൻറ്റ്സ് നോട്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ ബ്രെയിൻ ലക്കി തോട്ട്സിനെ ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കും. നാലാമതായി, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് വരിക. ലക്കി ആളുകൾ റിസ്കി ബട്ട് യൂസ്ഫുൾ ഡിസിഷൻ എടുത്ത് അവ എക്സ്പ്ലോർ ചെയ്യുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പുതിയ ലാംഗ്വേജ് പഠിക്കലോ പുതിയ ആളുകളെ മീറ്റ് ചെയ്യലോ കരിയർ ഓപ്പർച്യൂണിറ്റീസ് വരാൻ സഹായിക്കും. അഞ്ചാമത്തത്, നെഗറ്റിവിറ്റി ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അൺലക്കി ആകുന്നവരുടെ പകുതി പ്രശ്നങ്ങളും നെഗറ്റിവിറ്റി കൊണ്ടാണ്. ലക്കി ആകണമെങ്കിൽ നെഗറ്റീവ് ന്യൂസ് കുറച്ച് കാണുക, കംപ്ലൈൻ ചെയ്യുന്നത് കുറയ്ക്കുക, അവസരങ്ങൾ തേടുക. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും തീർച്ചയായും ലക്കി ആവാൻ സാധിക്കും. ഇനി നിങ്ങൾ പറയൂ, ലക്ക് നിങ്ങളുടെ കയ്യിലാണോ? ലക്ക് ഒരു സൂപ്പർ നാച്ചുറൽ പവർ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ചോയ്സിനും തോട്ട്സിനുമാണ് അതിൻ്റെ പവർ. ഈ വീഡിയോയിൽ പറഞ്ഞ ടിപ്സ് ട്രൈ ചെയ്ത് നോക്കൂ. 1 മാസം കഴിഞ്ഞ് നിങ്ങൾക്കും എന്തെങ്കിലും ലക്ക് ഇൻക്രീസ് ചെയ്യാനായോ എന്ന് കമൻറ്റിലൂടെ അറിയിക്കാം. ഇവിടെ കേൾക്കുന്നവരിൽ നിന്ന് ആരെങ്കിലും ഒരു ലക്കി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് കമൻറ്റിലൂടെ ഷെയർ ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശുഭദിനം.